ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നവജാത ശിശു മരിച്ചത് അനാസ്ഥ മൂലമെന്ന് ആരോപിച്ച് പ്രതിഷേധം. കൃത്യമായ പരിചരണം ലഭിച്ചില്ലെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. വിവരങ്ങൾ നൽകാൻ ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ്. ഷാജി, എന്താണ് സംഭവിച്ചത്? ഈ നവജാത ശിശു മരിച്ചത് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലമാണെന്നും അതോടൊപ്പം തന്നെ കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? എന്താണ് ആശുപത്രി അധികൃതർ പറയുന്നത്? പ്രസവത്തിന് വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത യുവതിയാണ് കാര്യമായിട്ടുള്ള പരിചരണം കിട്ടിയില്ല എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതിഷേധം നടന്നത്. കുട്ടി കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇവരെ പെയിൻ അനുഭവപ്പെടുന്നതായിട്ട് ഡോക്ടർമാരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അവരെ ലേബർ റൂമിലേക്ക് മാറ്റാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. ഒടുവിൽ ഇവരെ വാർഡിൽ തന്നെ കിടന്ന് ഇവർ പ്രസവിക്കേണ്ട ഒരു അവസ്ഥ വന്നു. പെട്ടെന്ന് തന്നെ അതിനുശേഷം ലേബർ റൂമിലേക്ക് മാറ്റുകയായിരുന്നു. വണ്ടാനം സ്വദേശി മനുവിന്റെ ഭാര്യ സൗമ്യ 29 വയസ്സുള്ള സൗമ്യയാണ് വാർഡിൽ കിടന്ന് പ്രസവിച്ചതായിട്ട് ഇപ്പോൾ ബന്ധുക്കൾ ആരോപിക്കുന്നു. അതിനുശേഷം ഈ കുട്ടി മരണപ്പെടുകയായിരുന്നു. കാര്യമായ രീതിയിലുള്ള ശുശ്രൂഷകൾ ലഭിക്കാത്തതാണ് മരണകാരണം, അല്ലെങ്കിൽ അത്തരം കുഞ്ഞിനുണ്ടായ ആരോഗ്യ പ്രശ്നം ഇത്തരം സംഭവങ്ങളാണ് എന്നുള്ളതാണ് ബന്ധുക്കളുടെ ആരോപണം. അതിനുശേഷം കുഞ്ഞിന്റെ വെന്റിലേറ്റർ മാറ്റിയിരുന്നു. പിന്നീട് കുട്ടി മരണപ്പെടുകയായിരുന്നു. അതിനുശേഷം കുഞ്ഞിനെ പുലർച്ചയോടെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി അതിന്റെ പോസ്റ്റ്മോർട്ടം നടക്കും. എന്നാൽ ഡോക്ടർമാർ ഇത്തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് പരിശോധിക്കാമെന്ന് സൂപ്രണ്ട് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി പ്രതിഷേധം അവസാനിപ്പിച്ചത്. രാത്രി 1 മണിക്കും 2 മണിക്കും ഇടയിലായിരുന്നു ഈ സംഭവം നടന്നത്. സംഭവത്തിൽ പ്രതിഷേധം വളരെ ശക്തമായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും നടപടികളുമൊക്കെ തന്നെ ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ഡോക്ടർക്കെതിരെ നടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻക്വയറി നടന്നു വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള സംഭവം അടിക്കടി ആവർത്തിക്കുന്നതിൽ പ്രതിഷേധിച്ച് MLA നേതൃത്വത്തിൽ പോലും അവിടെ ചില ഡോക്ടർമാർക്കെതിരെ സമരങ്ങൾ നടത്തേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്.